ഈ ബൈപ്പാസ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2014 യു ഡി എഫ് ഭരണകാലത്ത് അത് മുടങ്ങിയ പദ്ധതിയായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതയ്ക്ക് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. രാഷ്ട്രീയ വിശ്വാസ്യത തീർച്ചയായും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ വീട് കയറി പ്രചരണത്തിലാണ്. വീട് കയറി പ്രചരണം അന്ന് തുടക്കം. അതെ, വീട് കയറി പ്രചരണം നടക്കുന്നുണ്ട്, നല്ല നിലയിൽ പോകുന്നുണ്ട്. അതിനോടൊപ്പം ഇനി സ്ഥാനാർത്ഥി പര്യടനം, അതുപോലെ റോഡ് ഷോ ഇതൊക്കെ നടക്കാൻ പോകുന്നു. പൊതുവെ നല്ല സാഹചര്യമാണ്. ജനങ്ങൾ പൊതുവെ വലിയ നിലയിൽ അനുകൂലമാണ്. കഴിഞ്ഞ 5 വർഷവും ഈ മണ്ഡലത്തിൽ ഇതുപോലെ കൃത്യമായി ഇടപെട്ടാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഇടപെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കാണ് സ്വീകാര്യത. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ പിന്തുണയുണ്ട്. 2021 സർവ്വകാല റെക്കോർഡ് വോട്ടാണ് ലഭിച്ചത്, 82,000. അതിനെ മറികടക്കാനാവും എന്ന് ഈ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാമനാട്ടുകരയിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ബൈപ്പാസിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഈ ബൈപ്പാസ് സംബന്ധിച്ച് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ബൈപ്പാസിൻ്റെ അവകാശികൾ ആരാണെന്നതിനെ കുറിച്ച് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിലൊരു സംശയം ഉണ്ടാവും. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. കാരണം ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങളും തെക്ക് ഭാഗത്തു നിന്ന് മലപ്പുറം ഭാഗത്തേക്ക്, കണ്ണൂർ ഭാഗത്തു നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളൊക്കെ പോകുക ഈ ബേപ്പൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയാണ്. രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം. അരീക്കാടും മാത്തോട്ടവും ചെറുവണ്ണൂരും പേട്ടയും ചുങ്കും ഒക്കെ ബ്ലോക്കാവുമായിരുന്നു. ഈ ബൈപ്പാസ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2014 യു ഡി എഫ് ഭരണകാലത്ത് അത് മുടങ്ങിയ പദ്ധതിയായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതയ്ക്ക് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. 2021 ഈ ഗവൺമെൻറ് വരുമ്പോൾ ഈ ബൈപ്പാസ് ഇല്ല, ആകെ തകർന്ന് തരിപ്പണമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കി. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. ഇവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാനൊക്കെ വളരെ സൗകര്യമായി. അത് പൊതുവെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. LDFന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ പല വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നായി കോഴിക്കോട് ബൈപ്പാസ് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞൊരു വാക്ക് മിനിസ്റ്റർ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ദേശീയപാതയെക്കുറിച്ചൊന്നും പറയേണ്ടത് കേന്ദ്രത്തിൻ്റെതല്ലേ. അപ്പോൾ UDF പറയുന്നത് BJPയുടെ പാലാണെന്നുള്ളതാണ്. അല്ല, ഈ ദേശീയപാത NH66 UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയതല്ലേ. അതിൻ്റെ കത്തിപ്പോഴിൻ്റെ കയ്യിലുണ്ട്. ഓഫീസും പൂട്ടിപ്പോയതാണ്. പിന്നീട് LDF ഗവൺമെൻറ് വന്നതുകൊണ്ടാണ് മരണപ്പെട്ട് റീത്ത് വെച്ചൊരു പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് യാഥാർത്ഥ്യമായത് എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തുണ്ട് 5,600 കോടി രൂപ ദേശീയപാത വികസനത്തിന് ചെലവഴിച്ചത്? ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള പദ്ധതിക്ക് 400-ലധികം കോടിയാണ് ചെലവഴിച്ചത്. ഈ ബൈപ്പാസിനും 1,200 കോടിയിലധികം രൂപ ചെലവഴിച്ചു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഇടപെട്ടു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ എത്രയോ തവണ പറഞ്ഞു. ഗവൺമെൻറ് വന്ന സമയത്ത് രഞ്ജിത്തിന് ഓർമ്മയുണ്ടാവും, അന്നത്തെ ജില്ലാ കലക്ടർ സാംബശിവറാവും IASഉം ഞാനും കൂടി ഇതിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ പോയി അതിൽ ഇടപെട്ട് യോഗം വിളിച്ച് മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, ജനങ്ങൾക്കും അറിയാം. അപ്പോൾ തീർച്ചയായും കോഴിക്കോട് ബൈപ്പാസ് ബേപ്പൂരിൽ LDFന് വോട്ട് വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി മാറും. ഒരു രാഷ്ട്രീയം ചോദിച്ചാൽ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു ലീഗും കോൺഗ്രസും ഒക്കെ ഇത്തവണ മിനിസ്റ്റർക്ക് വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ വോട്ടുകൾ കൂടി LDFന് കിട്ടുമെന്ന് പറയുന്നത്? ലീഗും കോൺഗ്രസ് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ലഭിക്കും. ഒന്ന്, മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബേപ്പൂരിൽ രാഷ്ട്രീയവും വികസനമൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയും രാഷ്ട്രീയ വിശ്വാസ്യതയും ഒരു ചർച്ചാ വിഷയമാണ്. അതിൻ്റെ മറ്റു കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് നേരത്തെ CPMനൊപ്പം നിന്ന ആളാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രാഷ്ട്രീയ വിശ്വാസ്യത തീർച്ചയായും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് വോട്ട് സർവ്വകാല റെക്കോർഡിലെത്തുമെന്നുള്ള ആത്മവിശ്വാസം, അത് അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. നേരത്തെ അതേ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ നിലയിലും പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഒരു ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയ വിശ്വാസ്യത ഒരു ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയ വിശ്വാസ്യത ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ LDFൻ്റെ ഭൂരിപക്ഷത്തിന് ഒരു വ്യക്തിയുടെ വിജയമല്ല, ഒരു മുന്നണിയുടെ വിജയമല്ല, ബേപ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പക്വതയുടെയും രാഷ്ട്രീയ ധാരണയുടെയും ഒരു വിജയം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. സ്റ്റേറ്റ് പൊളിറ്റിക്സിനോട് ചോദിച്ചാൽ ഇപ്പോൾ UDF ആരോപിക്കുന്നത് സംസ്ഥാന വ്യാപകമായി BJP CPM ധാരണയുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിലൊക്കെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്രനെ കൊണ്ടുവരുന്നതൊക്കെ ആ ധാരണയുടെ ഭാഗമായിട്ടാണ്. അത് നേരത്തെ ഇറക്കി പൊളിഞ്ഞു പോയൊരു വാദമാണ്. എല്ലാ നിലയിലും
ഭരണഘടനാ വിരുദ്ധ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഉയരുന്ന ശബ്ദം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെതാണ്. കേരളം ഒരു ചെറിയ സംസ്ഥാനമായിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ തലസ്ഥാനമായി കേരളം മാറുന്നതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പൗരത്വ നിയമം നടപ്പിലാക്കാൻ നേരം അത് ഈ മണ്ണിൽ അനുവദിക്കില്ല എന്നുള്ള ശബ്ദം ആദ്യം ഉയർന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റേതാണ്. നിയമസഭയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് കേരളത്തിലാണ്. ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം ഇന്ത്യയിലെ ആകെ ഇറക്കിയത് കേരളത്തിലെ LDF സർക്കാർ. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളുണ്ടല്ലോ, എവിടെയെങ്കിലും ഇറക്കിയോ? നേറ്റിവിറ്റി കാർഡെന്ന പരിച അത് ഈ നാട്ടിൽ നിന്നും ആരും വിട്ടുപോകരുത് എന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിരോധമാണ്. ഏതൊരു സർക്കാരിനും മാതൃകയാക്കാവുന്നതാണ്. അത് ഇന്ത്യയിൽ ആദ്യമായി നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നത് കേരളത്തിലെ LDF സർക്കാരാണ്. എന്തുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ട് തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവരുന്നില്ല? ഇത് ചോദ്യം സ്വാഭാവികമാണ്, ജനങ്ങൾക്കറിയാം. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത്, മനുഷ്യരുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടം സംഭവിച്ചത് ഞങ്ങൾക്കാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ വാചക കസർത്തിൽ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതസാഹോദര്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാട് അത് പ്രായോഗികമായിട്ടാണ് സംസ്ഥാനത്ത് സർക്കാർ സ്വീകരിക്കുന്നത്, ജനങ്ങൾക്കറിയാം. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ആണ് UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണമായത്. അത് തീർച്ചയായിട്ടും UDF അങ്ങനെ പ്രചരിപ്പിക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അത് അവരങ്ങനെ പ്രചരിപ്പിക്കട്ടെ. പക്ഷേ ഭരണം കേരളത്തിൽ LDFൻ്റേത് തുടരണം എന്ന് പൊതുവെ ജനം ആഗ്രഹിക്കുന്നു. ക്രമസമാധാന പരിപാലനത്തിൽ ഇന്ന് നമ്പർ 1 സ്റ്റേറ്റ്, ഒരു വർഗീയ കലാപം ഈ 10 കൊല്ലത്തിനില്ലാത്ത കേരളമായി നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വരണം. സർക്കാർ ആശുപത്രികൾ ഇതുപോലെ മികച്ച കെട്ടിടവും സൗകര്യങ്ങളുമായി നിലനിൽക്കണമെങ്കിൽ, സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളായി നിലനിൽക്കണമെങ്കിൽ, പട്ടയം വിതരണം ചെയ്യണമെങ്കിൽ, പെൻഷൻ മുടങ്ങാതെ നൽകണമെങ്കിൽ, സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ മുന്നോട്ട് പോകണമെങ്കിൽ, തുടങ്ങി നിരവധി കാര്യങ്ങൾ നടക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം വേണം. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ്. അതിനെന്തെങ്കിലും പറ്റിയാൽ അത് മതനിരപേക്ഷതയുടെ കണ്ണിലെ കൃഷ്ണമണിക്ക് പരിക്കേൽക്കുന്നതിന് തുല്യമാണെന്ന് പൊതുവെ ജനം കരുതുന്നു. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ സീറ്റ് നേടി LDF ഭരണമുണ്ടാകും. ആദ്യത്തെ സീറ്റ് ബേപ്പൂരായിരിക്കും. ബേപ്പൂർ മികച്ച വിജയമായിരിക്കും. അത് ഞാനൊരു അഹങ്കാരത്തിൻ്റെ ഭാഗമായോ അമിത ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ പറയുന്നതല്ല. ബേപ്പൂരിലെ വിജയം എൻ്റെ വ്യക്തിപരമായ വിജയമായിരിക്കില്ല, LDFൻ്റെ മാത്രം വിജയമായിരിക്കില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ബേപ്പൂരിലെ ജനങ്ങളുടെ വിജയമായിരിക്കും. കേരളത്തോട് ബേപ്പൂർ നൽകുന്ന ഒരു സന്ദേശമായിരിക്കും ആ സന്ദേശം ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് LDFന് വോട്ടുകൾ ലഭിക്കുന്ന, ഏറ്റവും റെക്കോർഡ് വോട്ട് ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അത് ഒരു മെസ്സേജാണ്, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നൽകുന്ന ഒരു മെസ്സേജായിരിക്കും ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ മുന്നേറ്റം. തീർച്ചയായിട്ടും. അപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്ത് വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങൽപ്പം, VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.